നമ്മുടെ ഒരു ക്രൈസ്തവ സംഗീത ചരിത്രത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകത്തിലെ ജനസിസ് മുതൽ നമ്മൾ കാണുന്നുണ്ട് സംഗീതം. ആരാണ് ആദ്യം സംഗീതം ഉപയോഗിക്കുന്നത്? വേണു, അതായത് ഫ്ലൂട്ട് ഉപയോഗിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഉപയോഗിച്ചത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ആരാണ്? ജുബാൽ. അദ്ദേഹത്തിൽ നിന്നാണ് ജൂബിലി വന്നത്. ജുബാൽ എന്ന് പറയുന്ന ഏത് കാലത്താണ് ജീവിതത്തിന് അദ്ദേഹം വേണു എന്ന് പറഞ്ഞ ഫ്ലൂട്ടാണ്. ഫ്ലൂട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ ഈ ക്രൈസ്തവ സംഗീതത്തിന്റെ പിന്നിലുള്ളത് ഇസ്രായേൽക്കാരുടെ സംഗീതമാണ്. ലോകത്തിലെ ഇത്രയും വലിയ സംഗീതജ്ഞന്മാരായ ഒരു സമൂഹം അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം വേദപുസ്തകം ആദ്യം മുതൽ നോക്കുമ്പോഴറിയാം എന്തുമാത്രം പ്രാധാന്യമാണ് സംഗീതത്തിന് കൊടുത്തത്. ചെങ്കടൽ കടന്ന് കയറി വന്നപ്പോൾ അവർ പാട്ട് പാടുന്നത് കേൾക്കാം. തപ്പും ചതുരത്തപ്പൊക്കെ ആയിട്ടിരുന്ന് പാടി അവർ പാടുന്ന പാട്ട് പോലും കിടപ്പുണ്ട്. പഴയ നിയമം മുഴുവൻ സംഗീതാത്മകമാണ്. 4-5 പുസ്തകങ്ങൾ പോലും കാവ്യഭാവനയിലാണ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, ഇയ്യോബ്, വിലാപങ്ങൾ, പിന്നെ ഏതാ? എക്ലീസിയാസ്റ്റിസ്, സുഭാഷിതങ്ങൾ. ഇതെല്ലാം കവിതയായിട്ടാണ് കിടക്കുന്നത്. ഇത് കൂടാതെ അന്നയുടെ പാട്ട്, ഇതെല്ലാം കവിതാ രൂപത്തിലാണ് കിടക്കുന്നത്. ഇതിൽ ഇസ്രായേൽക്കാർക്ക് പാട്ട് പാടാൻ തന്നെ ഒരു ഗ്രൂപ്പിനെ, ഒരു ട്രൈബിനെ ആക്കി വെച്ചിരിക്കുകയാണ്. ആരാണത്? ലേവ്യ ഗോത്രം. ലേവ്യരിൽ നിന്ന് നല്ല നല്ല പാട്ടുകാരെ അവർ തിരഞ്ഞെടുത്ത് ദേവാലയത്തിൽ പാടാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇസ്രായേൽക്കാരുടെ സംഗീത ശാസ്ത്രം, സംഗീത മഹത്വം അറിയണമെങ്കിൽ വേദപുസ്തകം പരിശോധിക്കണം. രാഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാരുടെ സ്വന്തമാണ്. അല്ല, ക്രിസ്തുവിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് രാജാവ് പോലും രചിച്ചതായ സംഗീതത്തിന്റെ പല പല രാഗങ്ങൾ കാണാം. ഒരു രാഗത്തിന്റെ പേര് പറയാമോ? ഇസ്രായേൽ സങ്കീർത്തനത്തിലുള്ള രാഗത്തിന്റെ പേര് ഗിദ്ധ്യാരാഗത്തിൽ, ഉഷസിൻ മാൻപേട എന്ന രാഗത്തിൽ, സാരസരാഗത്തിൽ. ഇങ്ങനെ ഓരോ സങ്കീർത്തനത്തിന്റെയും മുകളിൽ ഒരു സ്കോർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മനസ്സിലാക്കും ശങ്കരാഭരണ രാഗത്തിൽ. പാട്ട് കേൾക്കുമ്പോൾ അറിയാം ശങ്കരാഭരണ, ഹംസധ്വനിയാണ്. മോഹനമാണ്. മയപളവുകളാണ്. ഇങ്ങനെ പാട്ടുകളുടെ സ്വരങ്ങൾ പോകുന്ന റൂട്ട് അനുസരിച്ച് സാ മുതൽ സാ വരെ അത് മെഷർ ചെയ്താണ് രാഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇസ്രായേൽക്കാരുടെ സംഗീതം എങ്ങനെയാണ് ഇതുപോലെ ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ ശാസ്ത്രം ഉണ്ടായത്? ഒരു 18-ാം നൂറ്റാണ്ടിലൂടെ ക്ലാസിക്കലാകാൻ തുടങ്ങിയത്. ഇത് ക്രിസ്തുവിന് മുമ്പ് എത്രയോ മുമ്പ് ശാസ്ത്രമാക്കി കഴിഞ്ഞ ഇസ്രായേൽക്കാര്. ഇത്രയും ബുദ്ധിയുള്ള ജനങ്ങളെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം ഈ ശാസ്ത്ര ഭാഗത്ത് മാത്രമല്ല, കലാപരമായി സംഗീതപരമായി എല്ലാം മുന്നിട്ട് നിന്ന ഒരു സമൂഹമായിരുന്നു ആര്? ഇസ്രായേൽക്കാർ. അപ്പോൾ പല രാഗങ്ങൾ, ഓരോ സങ്കീർത്തനത്തിൻ്റെയും മുകളിൽ ഒരു സ്കോർ കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്നാര് പോയപ്പോൾ എനിക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത ഒരാൾ പാടുന്നു 84-ാം സങ്കീർത്തനം, യഹോവയെ നിഴലിനാം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഇങ്ങനെ ഓരോരോ ഉദ്ദേശങ്ങൾക്കായിട്ട് എഴുതുന്നതായ പാട്ടുകൾ സംഗീത പ്രമാണിക്ക് കൊടുക്കും. അതാ സംഗീത പ്രമാണി എന്ന് പറഞ്ഞാൽ. ചിലർ സംഗീത പ്രാണി. സംഗീത പ്രമാണി ആരാ? സംഗീത പ്രമാണി ഇംഗ്ലീഷില് കൊയർ മാസ്റ്റർ കൊടുക്കും. ഇതൊന്ന് പഠിപ്പിച്ചേക്കണം. അത് നിങ്ങൾ ആരും പാട്ട് എഴുതിയിട്ട് എന്നോട് പറയുകയാണ് ഇതാ കൊയറിലൊന്ന് പഠിപ്പിക്കണം. അത് തോമസ് ജോർജ് അച്ഛൻ എഴുതിയ പാട്ട് ഞാൻ ഇവിടെ കൊയറിൽ പഠിപ്പിക്കുന്നു. ഇങ്ങനെ വന്നതായി സങ്കീർത്തനത്തിന്റെ സ്കോറാണ്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോഴും അതിനൊരിതുണ്ട്. ഏത് സ്കെയിൽ ഏതാണ്, രാഗം താളം ഏതാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്. സേല എന്ന് പറഞ്ഞത് നമ്മളിപ്പം ഒരു പല്ലവി കഴിഞ്ഞാൽ അടുത്ത ചരണത്തിലേക്ക് പോകുന്നതിന് ഒരു ഇന്റർലൂഡുണ്ട്. അവിടെ ഒരു ഫുൾ ഓർക്കസ്ട്ര ആയിരിക്കാം. അപ്പോൾ ഫുൾ ഓർക്കസ്ട്ര വെക്കാത്തിടത്താണ് ചിലപ്പോൾ ഒരു സിംഗിൾ ഒരു ഹാർപ്പ് മാത്രം. അപ്പോൾ തന്ത്രിനാഥം എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഇൻസ്ട്രുമെന്റ് മാത്രം പ്ലേ ചെയ്താൽ മതി. അതിനെ തന്ത്രിനാഥം എന്ന് പറയുന്നത്.
അപ്പം ഇൻഡിക്കേഷനാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചവൻ വഴികളെ ഞാൻ അറിഞ്ഞാൽ അനുഗമിച്ചതവൻ്റെ ചൂടുകളെ പല്ലവി തീർന്നു. ഇനി ഇൻസ്ട്രുമെൻ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകുന്നു. അപ്പം ഇത്രമാത്രം സൂക്ഷ്മമായിരിക്കുന്ന ഉപകരണങ്ങളുള്ള ഒരു ജാതി, അവർക്ക് എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇന്ന് ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന എല്ലാ ഉപകരണങ്ങളും അവർക്കുണ്ടായിരുന്നു. അത് നമ്മുടെ 148, 149, 150 സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ഭയങ്കരമായിരുന്നു ഇവരുടെ സംഗീതം. ഇസ്രായേലൈറ്റ്സ് മ്യൂസിക്. എന്തൊക്കെ ഉപകരണങ്ങളാണ്? പ്രധാനമായിട്ടുള്ളത് ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തന്നെ അവർക്കും. 1 വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, 2 സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, 3 പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ വിൻഡ് ഇൻസ്ട്രുമെൻറ്റിന് ഒരു ഉദാഹരണം പറയാമോ? വിൻഡ്, അതായത് വായു കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ. ഫ്ലൂട്ടുണ്ട്, വേദപുസ്തകത്തിൽ കാണുന്നത് എന്തോ, വേദപുസ്തകത്തിലെ കുഴലുണ്ട്, നാഗസ്വരം പോലെയുള്ളത് കുഴലുണ്ട്. പിന്നെ കൊമ്പ്, അതേ കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്നില്ലേ ഒരു, അത് കൊമ്പാണ് വാസ്തവത്തിൽ. കുഴലെന്ന് പറയുന്ന ഇതാണ്, നാഗസ്വരമാണ്. ഈ മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ നമ്മുടെ ഇന്ത്യനുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഇവിടെ നമ്മൾ ശംഖൂരും, അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ശംഖൂരും. അവരവിടെ ചെയ്യുന്നത് ഷോഫാർ എന്ന് പറയുന്ന ആടിൻ്റെ കൊമ്പ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഊതി കഴിഞ്ഞിട്ടാണ് ഒരു ബാങ്ക് വിളിക്കുന്നത്. ക്ഷമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേൽക്കാരുടെ ആരാധനയുടെ ഭാഗമാണ് ഉപകരണങ്ങൾ വെച്ചവർ ചെയ്യുക. അപ്പോൾ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ഒരു ഉദാഹരണമാണ് കാഹളം, കുഴല്, ഫ്ലൂട്ട്, ഇതെല്ലാം അവർക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു ഉദാഹരണം പറയാമോ? വീണ, ശരിയാണ്. പിന്നെ ഹാർപ്പുണ്ട്. ഡേവിഡ് ഹാർപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പ്രത്യേക ഉപകരണമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദാവീദ് ഉപകരണം വായിക്കുന്ന ഏറ്റവും മിടുക്കനായിരുന്നു, ഹാർപ്പായിരുന്നു. അതുകൊണ്ടാണ് ഡേവിഡ് ഹാർപ്പ് എന്ന് തന്നെ പേര്. ഹാർപ്പുണ്ട്. പിന്നെ എന്നാ ഉള്ള സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്? കിന്നരം വരും. അത് തന്നെയാണ് ഈ ഹാർപ്പ് എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്തറിയാം? ഗിറ്റാർ അവർക്കില്ലായിരുന്നു, എന്നാൽ കിത്താര ഉണ്ടായിരുന്നു. അതുനേരം പിന്നീട് ഗിത്താർ വന്നത്. ഇതെല്ലാം തന്ത്രിയാണ് ഇല്ലേ? വീണ, തമ്പുരു, ഇതെല്ലാം സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് പെടും. മൂന്നാമത്തെ സെക്ഷനാണ് ഏത്? പെർക്കഷൻ. പെർക്കഷൻ എന്ന് പറഞ്ഞാൽ താളവാദ്യങ്ങൾ. അതൊക്കെ അറിയാവുന്നത് അതിനകത്തുണ്ട്. തപ്പുണ്ട്, ചതുരത്തപ്പുണ്ട്, പിന്നെ സിംബൽസ്. നമുക്കറിയാം ഈ ചെണ്ടമേളം നല്ല മുറുകി വരുമ്പോൾ ചെണ്ടയ്ക്ക് എരി കൊടുക്കുന്നത് എന്താണ്? അവിടെ നിന്ന് എടുക്കുന്ന ഈ ചേങ്ങല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇതെല്ലാം ഒരു മിഡിൽ ഈസ്റ്റേൺ കൾച്ചറിൽ ക്രിസ്തുവിന് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് കാണുന്നതായ ഉപകരണങ്ങളാണ് ഇന്നും കാണുന്നത് എന്നുള്ളതാണ്. ഇതാണ് വേദപുസ്തകത്തിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും അധികമായി ഞാൻ കാണുന്നതായ ഒരു സന്തോഷപ്രദമായ ശാസ്ത്രീയമായ ഒരു ഭാഗമെന്ന് പറയുന്നത്. സംഗീതം എന്ന് പറഞ്ഞാൽ ചുമ്മാ പാടാനല്ല, ക്ലാസിക്കലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിച്ച ഒരു മനുഷ്യരായിരുന്നു.